മാർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ പിന്നെ അമേരിക്കൻ കമ്പനിയായിട്ടൊക്കെ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയൊക്കെ ബോംബെയിലേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അനന്തപുരി തറവാട്ടിലാണെങ്കിൽ എല്ലാവരും നേർച്ചയൊക്കെ നേർന്ന വ്രതവും പിന്നെ ആയിട്ടാണെങ്കിൽ അനന്തപുരിയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അവന്തികയാണെങ്കിൽ വിളിച്ചിട്ടാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആദർശ് ഇതിനൊക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ അവിടെ എത്തിയിട്ടാണെങ്കിൽ അമേരിക്ക കമ്പനിയായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ അവിടെ അറിയുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ട് തന്നെ നമുക്ക് ആദർശനാണെങ്കിൽ ഒരു ജ്യൂസൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് അറിയുന്നില്ല, ആദർശനുള്ളൊരു വലിയൊരു ചതിയാണ് അവിടെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ നമ്മൾ ആദർശാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫാണെങ്കിൽ കൊണ്ട് ആദർശന് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ ആ ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആദർശന് മയങ്ങാൻ വേണ്ടിയൊക്കെ എന്ത് പൊടിയൊക്കെ അതിനകത്തിട്ടിട്ട് കൊണ്ടൊരു പെൺകുട്ടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശ ജ്യൂസൊക്കെ കുടിച്ച ശേഷം ആദർശാണെങ്കിൽ പിന്നെ പ്രിപ്പറേഷനൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കാതെ ആദർശാണെങ്കിൽ നല്ല മയക്കം വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ആദർശം ഒരു കാര്യങ്ങളും അറിയുന്നില്ല. പിന്നെ ആദർശാണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ ഉച്ച സമയമാവുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകാനൊന്നും പറ്റാതെ ആദർശാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുക. അപ്പോൾ ആദർശനാണെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് രാവിലെ ആയിരുന്നു. അങ്ങനെ ആദർശ് ഇനിയിപ്പോൾ എന്തോ ചെയ്യും, മുത്തശ്ശൻ്റെ അടുത്തൊക്കെ എന്തോ പറയും എന്നൊക്കെ ഉള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ആദർശ് ഇരിക്കുന്നുണ്ട്. എന്താ എനിക്ക് സംഭവിച്ചതെന്നൊന്നും അറിയാൻ വയ്യാതെയൊക്കെയാണ് ആദർശൊക്കെ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ പോയി ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ മുത്തശ്ശൻ്റെ പ്രതികരണം എന്താവുന്നൊന്നും എനിക്കറിയാൻ വയ്യ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിൽ ആദർശാണെങ്കിൽ നയനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നയനെ അടുത്ത് ചോദിക്കുന്നുണ്ട് നയനെ ചോദിക്കുന്നുണ്ട് എന്തായി ആദർശേട്ടാ, എന്തായി ഇത് നമുക്ക് തന്നെ ഡീല് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട് ഇല്ല നയനെ, എനിക്കാണെങ്കിൽ അതിന് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, എൻ്റെ തലയ്ക്കൊക്കെ ഒരു പെരുക്കം കണക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നയനാണെങ്കിൽ ചോദിക്കും എന്താ ആദർശേട്ടാ പറയുന്നത്, ഉറങ്ങിപ്പോയെന്ന്, എന്താ ഇനി മുത്തശ്ശൻ്റെ അടുത്ത് എന്ത് പറയുന്നൊക്കെ ഉള്ളൊരു ടെൻഷനിൽ നയന ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആദർശേട്ടാ, ഇനിയിപ്പം ഉറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞാലൊന്നും മുത്തശ്ശനും ഒരു ഇതാവത്തില്ല, മുത്തശ്ശനൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല എന്നെ ഇവിടെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, കാര്യം എനിക്ക് ഇതുവരെയ്ക്കും തലയുടെ പെരുപ്പോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ഇനി ശത്രുക്കൾ തന്നെയാണ് എന്തെങ്കിലും ചെയ്തതെന്ന് അറിയാൻ വയ്യ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അവന്തികയാണെങ്കിലും നാഗേന്ദ്രനാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അവർക്കാണെങ്കിൽ നമ്മൾ ആദർശനാണെങ്കിൽ പോയിട്ട് ആ ഒരു ഡീലൊന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഡീലൊക്കെ നാഗേന്ദ്രനൊക്കെ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ആ ഒരു സന്തോഷമൊക്കെ അവർ പങ്കിടുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് മോളെ, ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയുണ്ട്, ഇതെന്തായാലും ആദർശന് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ മാസല്ലേ, പക്ഷേ എനിക്കാണെങ്കിൽ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, അച്ഛനാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഞാനും അത് അവർ തന്നെ കൊണ്ടുപോകുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണെന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്നത് നമ്മൾ ആദർശമാണെങ്കിൽ അനന്തപുരിയിലാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താ മുത്തശ്ശൻ്റെ അടുത്ത് എന്താ പറയുന്നതൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ മുത്തശ്ശൻ വന്നിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്തായി മോനെ എല്ലാം നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആദർശമാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നീ പോയിട്ടാണെങ്കിൽ എല്ലാം നല്ലതുപോലെ വരത്തുള്ളൂ എന്നൊക്കെ എനിക്കറിയാം, പിന്നെ ഞാൻ ചോദിച്ചെന്നൊക്കെ ഉള്ളതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ആദർശം പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ, എനിക്കാണെങ്കിൽ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞാൽ ഉറങ്ങിപ്പോയെന്നോ, നീ എന്ത് നിസ്സാരമായിട്ട് ആദർശ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ കുറച്ച് വയലൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട് നീ എന്ത് നിസ്സാരമായിട്ട് ആദർശ പറയുന്നത്, നീ ഉറങ്ങിപ്പോയെന്ന് നിനക്കറിയാവോ നമ്മളെ ബിസിനസ്സിനകത്ത് എത്രമാത്രം ബാധിക്കും എന്നുള്ള കാര്യം നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി നമുക്ക് എന്താ ചെയ്യും, ഇപ്പോഴേ ചെറിയ നഷ്ടങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ, അപ്പം ഇത് കിട്ടിയെങ്കിലേ നമുക്ക് ആ ഒരു നമ്മളെ ബിസിനസ്സിൽ നമുക്ക് നികത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നിനക്കറിയുന്ന കാര്യമല്ലേ ആദർശ, നീ എന്ത് നിസ്സാരമായിട്ടാണ് നീ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എത്രമാത്രം നിസ്സാരമായിട്ട് ആദർശ നീ പറയുന്നത് ഉറങ്ങിപ്പോയെന്നൊക്കെ, ഇതൊക്കെ എന്തുമാതിരി നഷ്ടമാണ് വന്നതെന്ന് നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണന്മാരായിട്ടുണ്ടാക്കിയ ആ ഒരു പാരമ്പര്യം നീയായിട്ട് നശിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ ആദർശൻ്റെ ചെവി കുറ്റി നോക്കി ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട് നാണമില്ല ഇത്രയും നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ട് അവൻ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പറയാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ ആട്ടി ഇറക്കുന്നുണ്ട് ആദർശനെ, ഇനി മേലെ എൻ്റെ കൺമുമ്പിൽ പോകരുത്, നീ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ ആദർശനെ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ നല്ല സങ്കടത്തോടെയൊക്കെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിൽ നല്ല സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ ആദർശനെ അടിക്കുകയൊക്കെ ചെയ്തത് കണ്ടിട്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ആദർശനെ ഇറക്കി വിട്ട് ആദർശാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെയൊക്കെ ആണെങ്കിൽ നേരെ റൂമിലോട്ട് പോയിട്ടാണെങ്കിൽ നയനടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറയുന്നുണ്ട് നയനടുത്ത്. അങ്ങനെ നയനടുത്ത് ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ കൺമുമ്പിൽ എന്നെ കണ്ടുപോരുന്നത് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നതൊക്കെ പറഞ്ഞാണെങ്കിൽ ആദർശാണെങ്കിൽ നയനടുത്ത് പൊട്ടി പൊട്ടി കരഞ്ഞ് സങ്കടമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.